യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ല. മാസാമാസം പുളിങ്കുറു പോലെ ശമ്പളം നീ വാങ്ങാൻ എടുക്കുണ്ടല്ലോ. സാർ ഞാൻ തന്റെ കാര്യമല്ലടോ. ആ ടൈപ്പിസ്റ്റിന്റെ ഞാൻ മാറ്റർ ടൈപ്പ് ചെയ്യാൻ കൊടുത്തിട്ട് ഇതുവരെ കിട്ടിയില്ല. സാർ നമുക്ക് ഒരെണ്ണം കൂടി വേണം സാർ. ഇത്രയും കാലം ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ എന്തിനാണോ 2 മെഷീൻ? മെഷീന്റെ കാര്യമല്ല സാർ, ടൈപ്പിസ്റ്റിന്റെ കാര്യമാണ്. അവളെവിടെ? സാർ ആ കൊച്ചിന് അപ്പുറത്തല്ലേ എപ്പോഴും ജോലി. അപ്പുറത്ത് എന്താണോ ഇത്രമാത്രം ജോലി? അതൊന്നും എനിക്ക് അറിയില്ല സാർ. 1 മിനിറ്റ് ഇടയില്ലാതെ അവിടെ എപ്പോഴും വിളിച്ചോണ്ടേ ഇരിക്കുക. അവളെ സീറ്റിലുണ്ടോ? ഉണ്ട്. ഇവിടെ വരെ ഒന്ന് വരാൻ പറയൂ സാർ. അവളെ ചീത്തയൊന്നും പറയല്ലേ. അതെല്ലാം തീരുമാനിച്ചോ. താൻ പോകൂ. വിളിച്ചു. ഞാൻ ഒരു മാറ്റർ ടൈപ്പ് ചെയ്യാൻ തന്നിരുന്നു. മോഹിനി ഇതുവരെ തന്നില്ല. ധൃതിയില്ല. പയ്യെ തന്നാ മതി. സമയം കിട്ടിയില്ല അല്ലേ? അപ്പുറത്ത് എന്താണ് ഇത്രമാത്രം ജോലി? ജോലിയൊന്നും ഉണ്ടായിട്ടല്ല സാർ, എന്നെ എപ്പോഴും വിളിക്കും. ജോലിയില്ലാതെ എന്തിനാണ് എപ്പോഴും വിളിക്കുന്നത്? പോറാൻ. അത് ഞാൻ എങ്ങനെ പറയും? പറയൂ പറയൂ. വിളിച്ചിട്ട് ഓരോന്ന് സംസാരിച്ചോണ്ടേയിരിക്കും. എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. പക്ഷെ MD ആയി പോയില്ലേ, ഒരു വല്ലാത്ത നോട്ടവും ഭാവവും ഒക്കെയാ. കാര്യം ഞങ്ങൾ ചേട്ടത്തി അനിയത്തിമാരെയാണ് കല്യാണം കഴിച്ചിരിക്കുന്നെങ്കിലും കുടുംബപരമായി അങ്ങേറെ ലേശം പിന്നില. അപ്പന് ചാണകം വാറലോ അതിന്റെ ബിസിനസ് ഒന്നും ആയിരുന്നു. ഞങ്ങൾ ഒരുമിച്ചാണ് താമസിക്കുന്നെങ്കിലും അങ്ങേറ് കുടിച്ച ഗ്ലാസിൽ നിന്നും ഞാനോ എന്റെ ഫാമിലിയോ കുടിക്കാറില്ല. അതെന്താ സാർ? വേണ്ട, ഞാനത് കുട്ടിയോട് പറയുന്നത് ശരിയല്ല. പറയൂ സാർ. ഒരിക്കൽ മദ്യപിച്ചപ്പോൾ എന്നോട് തുറന്നു പറഞ്ഞതാണ്. അദ്ദേഹം കുടിക്കൂ? പിന്നെ മുഴുക്കുടിയെന്നല്ലേ. ഞായറാഴ്ച ദിവസം ബോധമേ ഇല്ല. കുടിച്ചിട്ട് എന്താ പറഞ്ഞത്? അത് അയാൾക്ക് പുറത്തു പറയാൻ കൊള്ളാത്ത വളരെ മോശമായ ഒരു രോഗമാണ്. ഈ രഹസ്യം എനിക്ക് മാത്രമേ അറിയാവൂ. ഇപ്പൊ മോഹിനിക്കും അധികം നാളും ജീവിച്ചിരിക്കില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. മോഹിനി കഴിയുന്നതും അടുത്തിടപഴകണ്ട. ഒരു പക്ഷേ പകരുന്ന രോഗമാണെങ്കിലോ ചാണകത്തിൽ നിന്ന് കിട്ടിയതാവണം. അയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കമ്പനി മുഴുവൻ ഞാൻ ഒറ്റയ്ക്ക് നടത്തേണ്ടി വരുമല്ലോ. നാൾക്കുമ്പോ വിഷമിക്കാതിരിക്കൂ സാർ, ഈശ്വരൻ സാറിന്റെ കൂടെയുണ്ട്. ഈശ്വരൻ മാത്രമോ? മോഹിനിയും ഇപ്പൊ എന്നോടൊപ്പമില്ലേ? മതി കോമളം. എത്ര നേരമായി പെയിന്റ് അടി തുടങ്ങിയിട്ട്? നിർത്തൂ. അങ്ങനെ ഇപ്പൊ ഗണപതി മാത്രം സുന്ദരനായിട്ട് നടക്കണ്ട. നിങ്ങൾക്ക് എന്താണത് കുറവ്? എത്ര കഷ്ടപ്പെട്ടിട്ടാ നമ്മളിതാ കുട്ടിയുടെ കയ്യിൽ നിന്ന് അടിച്ചെടുത്തത് അറിയുമോ? ശരീരം ചെറുപ്പമാകുമ്പം മനസ്സും ചെറുപ്പമാകും. അത് മനസ്സിലാക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരിക്കണം. ഇപ്പൊ പറിച്ചെടുത്തൊരു കണ്ണിമാങ്ങ പോലുണ്ട് നിങ്ങളെ കണ്ട. സത്യം പറയൂ, ഞാൻ സുന്ദരനാണ്. സത്യം പറഞ്ഞാൽ ഒരു സിനിമാ നടനെ പോലുണ്ട്. സുരേഷ് ഗോപിയെ പോലാണോ? അത് തന്നെ, അത് തന്നെ. ഓഫീസിൽ പലതും എന്നോട് കാര്യം പറഞ്ഞു. ആര് പറഞ്ഞു? പലരും പറഞ്ഞു. നിന്റെ ഈ അച്ചാറിന്റെ മണം പോലെ എന്നെ മത്ത് പിടിപ്പിക്കുന്നു. അയ്യോ, അത് പറഞ്ഞപ്പോഴാ ഓർത്തത്. ഞാൻ അച്ചാറും അടുപ്പിൽ വെച്ചിട്ടാണ് വന്നത്. ഇതൊന്ന് പിടിക്കുമോ? നന്നായിട്ട് കറുപ്പിക്കണേ. ഇനി കറുപ്പിക്കണോ? മെഴുകുപൊടി പിടിച്ച എന്റെ മനസ്സിനെ നീ പൂമ്പൊടി പൂസി മോഹിപ്പിച്ച് കളഞ്ഞല്ലോ എന്റെ മോഹിനി.